സീക്രട്ട് ആയിട്ടാണ് ഈ സ്ഥലം വെച്ചിരിക്കുന്നത്. ഗൈസ് ഇത് ഇവിടുത്തെ ടണലാണ്. ഇവിടെ അങ്ങനെയൊക്കെ പോവാൻ പക്ഷെ പാറാടെയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടുല്ലേ. അപ്പോൾ ഫൈനലി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തഞ്ചാവൂർ പാലസിലേക്കാട്ടോ. ഇവിടെ പാർക്കിംഗ് 20 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത് വേറെ പാലസിലേക്കുള്ള ടിക്കറ്റ് വേറെ നമ്മൾ എടുക്കണം. അധികം ദീർഘിപ്പിക്കില്ല. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, പോയി കാണാം. മോർണിംഗ് ഞങ്ങൾ തഞ്ചാവൂർ ടെമ്പിൾ വിസിറ്റ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ട്രാവൽ ഉണ്ട് കേട്ടോ ഈ തഞ്ചാവൂർ പാലസ് കോംപ്ലക്സ്. അപ്പോൾ നമ്മൾ ഈ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് കൂടെ വന്നു 250 ആണ്. പിന്നെ ആ ഭാഗത്തായിട്ടാണ്, അതായത് ആ ഭാഗം കാണിച്ചു കൊടുത്തത്, ഈ വഴി പോകുമ്പോൾ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ മാർക്കറ്റ് വരുന്നത്. ഈ സൈഡിലാണ് പാലസ്. നല്ല വെയിലുണ്ട് കേട്ടോ. രാവിലെ 9 to 12:30 വരെയാണ് ഇവിടെ ഓപ്പണിംഗ് ആയിട്ടുള്ള. ടിക്കറ്റിന് 250 റുപ്പീസാണ് വരുന്നത്. നല്ല റേറ്റ് ഉണ്ട്. 250 റുപ്പീസ് 5 പേർക്കാട്ടോ. ഉള്ളിലൊക്കെ പോയൊന്ന് കാണാം. കയറി വരുമ്പോ തന്നെ നമുക്ക് സരസ്വതി മഹാൽ ലൈബ്രറി കാണാം. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് കേട്ടോ ദർബാർ ഹാള്. ഈ പാലസ് പണിത് തന്നെ മെയിൻ കൈ ഇവിടുത്തെ തഞ്ചാവൂർ നായക്സിനാണ്. അതുകൊണ്ട് തന്നെ ഈ പാലസിനെ നായക് പാലസ് എന്നും മറാത്ത പാലസ് എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് ഭയങ്കര സ്പേഷ്യസ് ഹാളും കോട്ടി ആർട്സും ഇവിടുത്തെ ടവർ ഒക്കെയാണ് കേട്ടോ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ കയറി ചെല്ലുന്നത് ഇവിടുത്തെ പാലസ് സ്റ്റോറിലേക്കാണ്. ഇവിടുത്തെ സാധനങ്ങൾ നമുക്ക് വാങ്ങാനൊക്കെ പറ്റൂട്ടോ. കുഞ്ഞു മിനിയേച്ചേഴ്സ്, വിഗ്രഹങ്ങള്, അങ്ങനെ ഒരുപാട് ഷേപ്പിലും ഭംഗിയിലുമായിട്ടുള്ള സ്റ്റാച്യൂസ് നമുക്ക് ഇവിടെ കാണാം. സ്റ്റാച്യൂസ് മാത്രമല്ല കേട്ടോ, ഇവിടെ ബാംഗിൾസും ജ്വല്ലറീസും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പലതിന്റെയും റേറ്റ് അതിന്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് നമ്മൾ ബില്ല് ചെയ്യുന്നതും. കുറച്ചങ്ങോട്ട് നീങ്ങി പോകുമ്പോ ഇവിടത്തെ പാലസിൽ യൂസ് ചെയ്ത പല ഐറ്റം നമുക്ക് ഇവിടെ കാണാം കേട്ടോ. അതിന് എൻട്രി ഫീ ആയിട്ട് 5 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ജ്വല്ലറി ബോക്സും ആയുധങ്ങളും നാണയങ്ങളും അങ്ങനെ പലവിധ സാധനങ്ങളും നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഐറ്റംസ് ഒക്കെ കാണാം. ഈ കാണുന്നത് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന പലതരം പെട്ടികളൊക്കെ ആട്ടോ. കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ചെമ്പ്, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ കാണാം. ഇവിടെ 2-3 പെയിന്റിങ്സ് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഇവിടെ ഭരിച്ചിരുന്ന രാജാ സർഫോജിയുടെ ഒരു ചിത്രം എന്ന് പറയുന്നത്. നല്ല ഭംഗിയിൽ പെയിന്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ആയിട്ട് പൂജയ്ക്ക് ഉപയോഗിച്ചിരുന്ന കുറെ പാത്രങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നല്ല ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ ചുമലില് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പണ്ടത്തെ വില്ലേജിന്റെ ഒരു ഏതാണ്ട് ഒരു ലുക്കൊക്കെയാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ രാജാവിന്റെ വാള്, പൂജക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈ ബോക്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ടോ, ആഭരണ പെട്ടിയല്ല, വേറെ എന്താണ്ടൊക്കെ പെട്ടിയാന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ളൊരു പെട്ടി. ക്യൂട്ട് സെറാമിക് ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാം. സ്റ്റാച്യൂസ്. ഇതാണ് പണ്ടത്തെ ആഭരണപ്പെട്ടി ഗൈസ്. ആഭരണപ്പെട്ടിനേക്കാളും ഭംഗിയുള്ള പെട്ടിയാണ് അവിടെ ഒരു പെട്ടി. പിന്നെ അങ്ങനെ കുറച്ച് നീങ്ങുമ്പോൾ അവിടെ മേലെ കയറിപ്പോയിന് അവിടെയും ഒരു ചെറിയൊരു എൻട്രി ഫീസ് ഒക്കെ ഉണ്ടാവും. അവിടെ രാജാക്കന്മാർ ഉപയോഗിച്ച പഴയ കുറെ സാധനങ്ങളായിരുന്നു ഇരിപ്പുണ്ടായിരുന്നു. രാജാ ടു സർഫോജീസ് മെമ്മോറിയൽ ഹാൾ, സർദാർ മഹാൽ പാലസ്. അത് നല്ലൊരു വഴിയാട്ടാ. കണ്ട, ഇങ്ങനെ അറയിലൂടെ ഉള്ളിലേക്ക് സീക്രട്ടായിട്ടാണ് ഈ സ്ഥലം വെച്ചിരിക്കുന്നത് അല്ലേ. നല്ല വലിയ വലിയ സ്റ്റെപ്പുകള് കണ്ടോ. ഇവിടുത്തെ കണ്ടതിന് ശേഷം ഞങ്ങൾ വേറൊരു സീക്രട്ട് അറയിലൂടെ പോയിട്ടോ. പക്ഷെ ഇവിടെ വീഡിയോഗ്രാഫിക്ക് വേറെ പൈസ ആയതുകൊണ്ട് ഞാൻ അധികം എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. ഗൈസ് ഇത് ഇവിടുത്തെ ടണലാണ്. ടണൽ കാണിക്കും. ആ വഴി അങ്ങനെ ഇവിടെ അങ്ങനെയൊക്കെ പോവാൻ പക്ഷെ പാറാടെയാണ്. രസമുണ്ടായിരുന്നു പക്ഷെ പാറാട വന്നപ്പോ ഞങ്ങളൊക്കെ ഓടിയിട്ട്. പിന്നെ അവിടെ ഫോണല്ല അവിടെ അല്ലായിരുന്നു. അത് കാരണം അധികം വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇനി നമ്മളിപ്പോ പുറത്തോട്ട് പോകാന. അവിടെയുണ്ട് 5 രൂപ ഒരാൾക്ക് പെർ ഹെഡ് ടിക്കറ്റ്.
അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ഉച്ച സമയത്താണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പൊ നല്ല ദാഹമൊക്കെ ഉണ്ടായിരുന്നു. ഇതേ തൊട്ടടുത്തായിട്ട് തന്നെ തഞ്ചാവൂർ ബൊമ്മയൊക്കെ അവിടെ ഉള്ളിൽ തന്നെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ വഴിയാണ് നമ്മൾ ഉള്ളിലോട്ട് പോവുക. അപ്പൊ അതിനു മുമ്പ് ഉപ്പ് സോഡ കുടിച്ച് നമ്മള് അകത്തോട്ട് കയറിട്ടോ. അകത്തോട്ട് കയറുമ്പോ ഇതാണ് കാഴ്ച. കുറെ സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കയറി വരുമ്പോ എന്നെ കാണുന്നത്. ഇതിന്റെ ഉള്ളിലൂടെ നമ്മൾ ഇതൊക്കെ കണ്ടുപോകുമ്പോ വലിയൊരു ടവർ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് ശത്രുക്കളൊക്കെ വരുന്നത് കാണാനൊക്കെ ആയിരുന്നു അവർ ഇത്രയും ഉയരത്തിലൊക്കെ ആയിട്ട് ടവറുകളും പാലസൊക്കെ പണിത് വെച്ചേക്കുന്നത്. ഇവിടെ നിന്നെല്ലാം കണ്ട് നേരെ വരുമ്പോ തന്നെ ഒരു പിരമിഡൽ സ്ട്രക്ചർ കാണാട്ടോ. ഈ കാണുന്നതാണ് തഞ്ചാവൂർ മറാത്ത പാലസ്. ഇപ്പോഴത് ഭോസ്ലെ ഫാമിലിയുടെ ഒഫീഷ്യൽ റെസിഡൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ പാലസിനെ ഇവിടുത്തെ ആൾക്കാര് അരമനയെന്നാട്ടോ ലോക്കലി വിളിക്കുന്നത്. ഭോസ്ലെ ഫാമിലിയിൽ പെട്ട സർഫോജി രണ്ടാമനായിരുന്നു ഈ മറാത്ത പ്രിൻസിപ്പാലിറ്റിയുടെ അവസാനത്തെ റൂളർ. അദ്ദേഹം 1787 തൊട്ട് 1789 വരെ തഞ്ചാവൂര് ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിലായിരുന്നു ഇവിടത്തെ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഒക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടിയിലായത്. അദ്ദേഹത്തിന്റെ വലിയൊരു പ്രതിമ ഇതിന്റെ ഉള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിന്റെ ചുമർക്കട്ടുകളിലുള്ള ചിത്രങ്ങളും ചായങ്ങളും ഒക്കെ വളരെയധികം ഭംഗിയുള്ളത് തന്നെയായിരുന്നു. ഈ പാലസ് കോംപ്ലക്സിന്റെ ഉള്ളിൽ തന്നെയാണ് സർദാർ മഹാൽ പാലസും ക്വീൻസ് കോർട്ട്യാർഡും ഒരു ദർബാർ ഹാളും ഉള്ളത്. നിങ്ങൾക്ക് കയറി വരുമ്പോ തന്നെ കാണാം ഈ റോയൽ പാലസ് മ്യൂസിയത്തിന്റെ ഉള്ളിൽ വലിയൊരു കളക്ഷൻ ഉണ്ട് ചോള ബ്രൗൺസിന്റെ. അതുമല്ല നൃത്തത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു സ്ഥലം തന്നെയാട്ടോ. ഗൈസ്, നിങ്ങൾ തഞ്ചാവൂര് വരുന്നവരാണെങ്കിൽ നമ്മുടെ മുന്നത്തെ വ്ളോഗ്സ് എന്തായാലും കാണണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഒരു ഡേ ആണോ 2 ഡേ ആണോ നിങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തടുത്ത സ്ഥലങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇതാണ് നട്ടരാജർ ഹാള്. ഇതിനുള്ളിൽ കയറി ചെന്നപ്പോ ഇഷ്ടം പോലെ ലോർഡ് നട്ടരാജയുടെ സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ലോർഡ് നട്ടരാജ ആരാന്ന് നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാലോ. ലോർഡ് ഓഫ് ഡാൻസ് പോസ് എന്നാണ് അറിയപ്പെടുന്നത്. ലോർഡ് ശിവയുടെ ഒരു ഡിപ്പിക്ഷൻ ആയിട്ടാണ് ഈ ഡാൻസിങ് കിങ്ങിനെ ബ്രൗൺ സ്റ്റാച്യൂസ് ആയിട്ട് ചോള ഡൈനാസ്റ്റിക്കാര് ഇവിടെ എക്സിബിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പാലസിന്റെ ഉള്ളിൽ കൂടെ തന്നെ ഈ സൈഡിൽ കൂടെ പോയാൽ വേറൊരു അറയുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൽ കൂടെ കയറുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നുള്ളതിന്റെ ഒരു പിടുത്തം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ചധികം സ്റ്റെപ്സ് കയറി ഇരുന്നപ്പോൾ നമ്മൾ ഇതിന്റെ മേൽവശം കണ്ടു കേട്ടോ. മേലേന്ന് ആക്ച്വലി ആ ഭാഗം തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് എത്തിയപ്പോൾ നല്ല ആർക്സ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വോൾസ് ഒക്കെ ഇത് വെച്ചിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിലായിട്ട് തഞ്ചാവൂർ ടെമ്പിളിന്റെ ഒരു പിക്ചർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് നേരെ പോയപ്പോഴാണ് ഞെട്ടിപ്പോയ ഗൈസ് സംഭവം. ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഡിനോസറിന്റെ സ്കെലിട്ടണാണ്. പിന്നെ അടുത്ത് പോയപ്പോഴേക്ക് കാര്യം മനസ്സിലായത്. ഡിനോസറിന്റെ പോയില് ഫോസില് കല്ലാട്ടോ മെയ്ക്കിടാന്ന് തോന്നുന്നുണ്ടല്ലേ. വീൽ ബോണാണ്. ബോൺസ് ഓഫ് വെയിൽ. This is a skeleton of a whale 92 feet in length. എൻ്റെ അമ്മേ, വെയിലിൻ്റെ സ്കെലിട്ടൺ 92 ഫീറ്റ് ഉള്ള ഒരു വെയിൽ. which was washed ashore near Tacubur on 1955. wow 400 വർഷം വരെ ജീവിച്ചതാ. എൻ്റെ പൊന്നെ, അടിപൊളി. അത് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ സരസ്വതി മഹൽ ലൈബ്രറിയുടെ അടുത്തുള്ള ഓഡിയോ വിഷ്വൽ ലൈബ്രറിയിലേക്ക് ആട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ 12:30 ഒരു ഷോ ഉണ്ട്. ഈ ഷോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തഞ്ചാവൂരിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ കിട്ടുട്ടോ. ഈ പാലസ് കോംപ്ലക്സിന്റെ അടുത്ത് തന്നെയാണ് വീണ ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പൊ നമ്മൾ മാർക്കറ്റിന്റെ ഉള്ളിലൂടെ ഒക്കെ പോയിട്ട് ഈ വീണ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതിന്റെ കുഞ്ഞു സ്ഥലം നമ്മൾ കണ്ടുട്ടോ. നോക്കി എത്ര പെർഫെക്ഷനും എത്ര കോൺസെൻട്രേഷനും സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് അവർ ഈ പണി ചെയ്യുന്നതെന്ന്. ഒരാള് മരം പോളിഷ് ചെയ്യുമ്പോ മറ്റൊരു സ്ഥലത്ത് പെയിന്റ് അടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വീണ എത്ര ഭംഗിയിലാക്കി എടുക്കുന്നതിന്റെ കഷ്ടപ്പാട്. പിന്നെ നമ്മൾ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കിട്ടോ. ഇതിനുള്ളിൽ ഇതേപോലെ ഒരുപാട് വീണകൾ പണിതുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഭയങ്കര കൗതുകം തോന്നും. ഈ കോംപ്ലക്സിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്ഥലം കൂടി മസ്റ്റ് വിസിറ്റ് തന്നെയാട്ടോ. ലെഫ്റ്റ് സൈഡിലായിട്ട് കംപ്ലീറ്റ് ചെയ്ത വീണകള് നിരത്തിയിരിപ്പുണ്ട്. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് തഞ്ചാവൂർ. നമ്മുടെ ഈ രാജ്യത്ത് ഇത്രയും മനോഹരമായ എത്രയോ കാര്യങ്ങൾ കാണാനുണ്ടെന്ന് എനിക്ക് ഈ തഞ്ചാവൂർ വന്നപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ ഡേ 1 and day 2 ഓഫ് തഞ്ചാവൂർ മധുര വീഡിയോ ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
ഗൈസ്, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ തഞ്ചാവൂർ വിസിറ്റ്, പാലസ് വിസിറ്റ് ഒക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പല സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.